ചേർത്തലയിലെ ഐഷ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്തു. സെബാസ്റ്റ്യനുമായി സൗഹൃദം മാത്രമെന്നാണ് റോസമ്മയുടെ മൊഴി. എന്നാൽ ഇവർ പൂർണ്ണമായ വിവരങ്ങൾ പങ്കുവെക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇന്ന് കൂടുതൽ പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. അതേസമയം ഐഷയെ അറിയില്ല എന്ന മുൻ നിലപാട് സെബാസ്റ്റ്യൻ മാറ്റി പള്ളിപ്പുറത്തെ വീട്ടിൽ ഐഷ വന്നിട്ടുണ്ട് എന്ന് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഒരുപക്ഷെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയാവുന്നത് ഇയാളുടെ മുൻ പെൺ സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന ഈ റോസമ്മയ്ക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കടക്കം ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞത് റോസമ്മ നമ്മളോട് സംസാരിച്ചപ്പോഴായിരുന്നു. പക്ഷേ ഇവർ പോലീസിനോട് കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ ഈ കേസിൽ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? ഇപ്പോൾ എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കങ്ങൾ? റോസമ്മ ഈ കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ അറിയാവുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് റോസമ്മയെ ഐഷയെ കാണാതായതിനു ശേഷം ഈ കേസ് ഒരു മിസ്സിംഗ് കേസായി മാത്രമാണ് അന്വേഷണ സംഘം കരുതിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ഉണ്ട് എന്ന് റോസമ്മയാണ് ആദ്യം മാധ്യമങ്ങൾ, അതായത് ന്യൂസ് 18നോടാണ് റോസമ്മ അക്കാര്യം വിവരിക്കുന്നത്. അതിനുശേഷം പിന്നീടാണ് ഈ കേസ് ഒരു കൊലപാതക കേസാണെന്നും അതിലേക്കുള്ള അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുമൊക്കെ ചെയ്തത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ ഇപ്പോഴും റോസമ്മ സംശയത്തിന്റെ നിഴലിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് റോസമ്മയുമായി ബന്ധപ്പെട്ട് ഇനിയും ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്ത് കൂടിയായ റോസമ്മയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു എന്നുള്ളതാണ്. മണിക്കൂറുകളോളം റോസമ്മയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റ് 2 പേർ, അതായത് ഐഷയുടെ അടുത്ത സുഹൃത്തുക്കളായ 2 സ്ത്രീകളുണ്ട്. ഇവർ, സെബാസ്റ്റ്യൻ, ഒപ്പം തന്നെ റോസമ്മ, ഇവരെ 3 പേരെയും 4 പേരെയും കൂടി ചേർത്തിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് അന്വേഷണ സംഘം പോകാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നത് തനിക്ക് ഐഷയെ അറിയാം, ഐഷയെ കൊലപ്പെടുത്തിയെന്ന് അയാൾ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിക്കുന്നു. എന്നാൽ ആ സ്ഥിരീകരണത്തിൽ നിന്ന് അയാൾ പിന്നീട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം കോട്ടയം ക്രൈംബ്രാഞ്ച് ടീമിനോട് സെബാസ്റ്റ്യൻ ഐഷയെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ആ ക്രൈംബ്രാഞ്ച് സംഘത്തിനോട് അത്തരത്തിലൊരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതാണ് കേസ് ഡയറിയിൽ അവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യത്തിൽ ഇയാളെ വിളിക്കുമ്പോൾ അയാൾ പറഞ്ഞത് തനിക്ക് ഐഷയെ അറിയുകയും ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ ചോദ്യം ചെയ്യലിൽ ആ സ്റ്റാൻഡ് മാറിയിട്ടുണ്ട് സെബാസ്റ്റ്യൻ. അതായത് ഐഷയെ അറിയാം, ഐഷയെ കണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി സെബാസ്റ്റ്യനിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത് ഐഷ റോസമ്മയുമൊത്ത് ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പള്ളിപ്പുറത്തെ വീട്ടിൽ റോസമ്മ ഐഷയെ കൊണ്ടുചെന്നിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ടതായി ഈ കേസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോസമ്മ നേരത്തെ പോലീസ് നൽകിയ വിവരപ്രകാരം റോസമ്മയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് അവർ നൽകിയത് സെബാസ്റ്റ്യൻ തന്റെ സുഹൃത്തായിരുന്നു, ഒരു ഘട്ടത്തിൽ വിവാഹം വരെ എത്തിയ ഒരു സൗഹൃദമുണ്ടായിരുന്നു. പക്ഷേ മറ്റൊന്നും ഐഷയെ സംബന്ധിച്ച് തനിക്കറിയില്ല, ഐഷ വീട്ടിൽ പോയതിനെ സംബന്ധിച്ച് തനിക്കറിയില്ല എന്ന് റോസമ്മ പറഞ്ഞൊഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ ഐഷയെ റോസമ്മ കൂട്ടിക്കൊണ്ടുവന്ന് പള്ളിപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടുകൂടി ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത റോസമ്മയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നു അന്വേഷണ സംഘം എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേർത്തല പോലീസ് സ്റ്റേഷൻ, ചേർത്തല CI ലൈസാദ് മുഹമ്മദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അവരുടെ ഒരു ടീം ഇവരെല്ലാവരെയും ഇരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം വളരെ നിർണായകമായ പല മൊഴികളും ചില ഐഷയുടെ അടുത്ത സുഹൃത്തുക്കളായ സ്ത്രീകൾ നൽകിയിരുന്നു. അതിൽ അവർ നൽകിയ വിവരപ്രകാരം ഉള്ളത് സെബാസ്റ്റ്യൻ ഐഷയെ കാണാതാകുന്ന ദിവസത്തിന് തലേദിവസം സെബാസ്റ്റ്യൻ ഐഷയെ മർദ്ദിക്കുന്നത് നേരിട്ട് കണ്ടു എന്ന് ഒരു സ്ത്രീ വെളിപ്പെടുത്തിയിരുന്നു. അവർ നമ്മളുടെ മുന്നിലും ആ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തതാണ്. അവര് 2 സ്ത്രീകൾ, ഐഷയുമായി ആ കാലഘട്ടത്തിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്ന, എന്നാൽ സെബാസ്റ്റ്യനും ഐഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്ന 2 സ്ത്രീകളെ കൂടി ഈ ചോദ്യം ചെയ്യലിൽ നിന്ന്
എന്ന് ഉൾപ്പെടുത്തും. അവരിൽ നിന്നുള്ള വിവരങ്ങളും ഒപ്പം അവരിൽ നിന്ന് വിരുദ്ധമായാണോ ഇവർ കാര്യങ്ങൾ പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പക്ഷേ വളരെ ബുദ്ധിപൂർവ്വം ഇന്നലെ നെഞ്ചുവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നിരത്തി. പക്ഷേ ആ ആരോഗ്യ പ്രശ്നങ്ങൾ നിരത്തി അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അയാളിൽ നിന്നും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അയാൾക്കില്ല, പ്രമേഹത്തിൻ്റെതല്ലാതെ മറ്റൊരു ആരോഗ്യ പ്രശ്നവും അയാൾക്കില്ല എന്ന് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടേഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും അയാൾ പറയുന്ന സൂചനയ്ക്കനുസരിച്ചുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ പല രീതിയിൽ അന്വേഷണ സംഘത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ മറച്ചു പിടിക്കാൻ സെബാസ്റ്റ്യൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ ഏറ്റവും ഗുണകരമായ അന്വേഷണ സംഘത്തിനുള്ളത് ആ കാലയളവിൽ ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ചും ഇവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും അറിയാവുന്ന സാക്ഷിമൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ 164 സ്റ്റേറ്റ്മെന്റുകളെല്ലാം കോടതിയുടെ മുമ്പിൽ അന്വേഷണ സംഘം അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഈ കൂട്ടത്തോടെ ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ.